അങ്ങക്ക് അവിടുത്തെ പെന്തക്കോസ്റ്റൽ സഭയായിട്ട് നല്ല ബന്ധമല്ലേ? ഞാനത് നല്ല ബന്ധം. എല്ലാവരും എല്ലാ സഭകളും പ്രാർത്ഥിക്കുന്നു. ഞാൻ യേശുവിനെ പ്രാർത്ഥിക്കുന്ന ആളാണ്. ആണോ? യേശുവിനെ പ്രാർത്ഥിക്കുന്ന ആളാണ്. എനിക്ക് യേശുവിനെ വലിയ, എൻ്റെ അമ്മയ്ക്കും യേശുവിനെ വലിയ വിശ്വാസമായിരുന്നു, അച്ഛനും വിശ്വാസം ഉണ്ടായിരുന്നു. അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു യേശുവിനെ. അമ്മ പൂജാമുറിയിൽ അങ്ങനെ ഒരു യേശുവിനോടുള്ള ഒരു താല്പര്യം ഉണ്ടാകാൻ ഞാൻ ഒരുപാട് വിഷമിച്ച് കിടന്ന ഒരു 2013 എൻ്റെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയൊരു ഘട്ടത്തിലുണ്ട്. നാട്ടുകാരും വിചാരിച്ചു, കുടുംബ പ്രശ്നം എൻ്റെ മക്കൾ പോലും വിചാരിച്ചു അച്ഛൻ ഇനി വരില്ല എന്ന് പലരും പറഞ്ഞു കൊടുത്തു. പക്ഷെ അവിടെ നിന്ന് എന്നെ, ഞാൻ ഏകാന്തമായി ഇരിക്കുന്ന സമയത്ത് എന്നെ യേശുവിൻ്റെ ഒരു സാന്നിധ്യം എന്നെ സഹായിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ പറയുന്ന സത്യം തന്നെയാണ്. അവിടെ നിന്ന് ഒരു യേശുവിനെ പ്രേ ചെയ്യാൻ തുടങ്ങിയ ശേഷം എൻ്റെ ലൈഫിൽ സമാധാനം, ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്, സമാധാനം എനിക്ക് തരണമെന്നാണ്. ആ സമാധാനം കെടുത്താതിരിക്കാനാണ് ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നത്. പൊതുപരിപാടികൾക്ക് അങ്ങനെ പോകാറില്ല. ഈ വിവാഹങ്ങൾക്ക് പോലും ഞാൻ പത്തനാപുരത്തേക്ക് പോകാറില്ല. തിരുവനന്തപുരത്തൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിയുന്നതും പോകാറില്ല. പത്തനാപുരത്താണ് വിവാഹങ്ങൾക്കെല്ലാം പോകുന്നതും. ഈ മരണത്തെക്കാൾ ഉപരി ഞാൻ കാണുന്നത് രോഗിയായിരിക്കുമ്പോൾ പലരെയും സന്ദർശിക്കാറുണ്ട്. അവസാനമായി മരിക്കുന്നതിന് നമ്മളെ ഒന്ന് കാണുന്നൊരു സന്തോഷം, അതിനെ ഞാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അത് കൊട്ടിക്കോഷി ഒറ്റ കാര്യം സാധനം, ഞാൻ പോകുന്നിടത്ത് ഫേസ്ബുക്ക് കൂടെ കൊണ്ടുപോകാറില്ല. എനിക്ക് ഫേസ്ബുക്കില്ല സ്വന്തമായിട്ട്, വാട്സാപ്പില്ല. ഔദ്യോഗികമായി എൻ്റെ ഫോണിൽ ഈ നമ്മുടെ ഓഫീസിലുള്ള ആളുകൾക്ക് റെക്കോർഡുകളും പേപ്പറുകളൊക്കെ അയക്കാൻ വേണ്ടി ഒരു വാട്സാപ്പ് നമ്പർ അല്ലാതെ ഞാൻ വാട്സാപ്പ് ഉപയോഗിക്കുന്നില്ല, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നില്ല, ഇൻസ്റ്റാഗ്രാമില്ല, ഒന്നുമില്ല.